ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗുരുവായൂർ തൊഴാൻ പോണ സമയത്ത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും നമ്മൾ മതിലകത്ത് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പടിഞ്ഞാറേ നടയ്ക്കൽ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട്, അതായത് ശ്രീലകത്തിൻ്റെ പിൻവശമാണ് വരിക. അവിടെ നിന്ന് നോക്കിയിട്ടും ഭഗവാനെ തൊഴുതിട്ടാണ് ശരിക്കും നമ്മൾ പ്രദക്ഷിണം വയ്ക്കാറ്. അല്ലെങ്കിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളവിടെ തൊഴുതിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ ഇത്തവണ ഗുരുവായൂർ പോയ സമയത്ത് അങ്ങനെ എല്ലാ ഭക്തരും അങ്ങനെ തന്നെയാണ് തൊഴാറ്. അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു, ഈ പിന്നെന്ന് എന്തിനാ ഭഗവാനെ തൊഴണത്, അല്ലെങ്കിൽ ഇവിടെ ഭഗവാനെ കാണാനില്ലല്ലോ, പിന്നെ എന്തിനാ തൊഴണേ എന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യമാണ്, അത് പറയണമെന്നേ ഉള്ളൂ. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എവിടെ തിരിഞ്ഞു നോക്കി ഭഗവാനെ തൊഴുതാലും അത് തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പേഴ്സണലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പടിഞ്ഞാറേ നടക്കുന്ന തൊഴുന്ന സമയത്ത് മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അവിടെ മുരളീധരനായിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ ഒരു സ്വരൂപമുണ്ട്. മുകളിലാണ്, അത് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലാണ്. അത് പുറത്തുനിന്ന് തൊഴുമ്പോഴും കാണാൻ പറ്റും നമുക്ക്. നമ്മൾ മതിലകത്ത് കയറാതെ തന്നെ പടിഞ്ഞാറേ നടയുടെ മുന്നിൽ കൂടെ പുറത്തുനിന്ന് പോണ സമയത്ത് അവിടെ നിന്ന് തൊഴുമല്ലോ. അപ്പോൾ അവിടെ നിന്നും നമുക്കത് കാണാൻ സാധിക്കും, ആ മുരളീധരൻ്റെ ആ സ്വരൂപം. അപ്പോൾ അവിടെ നോക്കിയിട്ടാണ് ഞാൻ തൊഴാറ്. കുട്ടിയാകുമ്പോഴും എനിക്കും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ തൊഴുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു സ്വരൂപത്തേക്ക് നോക്കിയിട്ടാണല്ലോ തൊഴുക. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കാണില്ല. അവിടുന്ന് നമ്മൾ ഭഗവാൻ ശ്രീലകത്തിൻ്റെ പിൻവശത്തുനിന്ന് ഭഗവാനെ തൊഴുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ വേണു പിടിച്ചും കൊണ്ട്, അല്ലെങ്കിൽ മുരളിക പിടിച്ചും കൊണ്ട് ഭഗവാന്റെ ഒരു ചെറിയൊരു വിഗ്രഹം പോലെ ഒരു സ്വരൂപം അവിടെ മുകളിലുണ്ട്, ദീപസ്തംഭത്തിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ നോക്കിയിട്ടാണ് ഞാൻ തൊഴാറ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഇതിപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഈ ഒരു കാര്യം പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ആ പടിഞ്ഞാറേ നടക്കിൽ ഭഗവാൻ മുരളി പിടിച്ചും കൊണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. എത്ര പേരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി ഗുരുവായൂർ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. ഹരേ കൃഷ്ണ.